നല്ല പഞ്ഞി കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കണോ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനാദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം, കുറച്ച് അരിപ്പൊടി, കുറച്ച് ചോറ്, കുറച്ച് തേങ്ങ, പിന്നെ നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്, പിന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും. ഇനി പാലപ്പാണ് ഉദ്ദേശിക്കണമെങ്കിൽ മധുരം കുറച്ച് കൂടുതൽ വേണം, അല്ല വെള്ളയപ്പാണെങ്കിൽ മധുരം അത്രയ്ക്ക് അങ്ങോട്ട് ഇടണ്ട കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നൊരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കി എടുക്കുക. എന്നിട്ട് കറക്റ്റ് 1 മിനിറ്റ് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അതുപോലെ 4 പ്രാവശ്യം അരച്ചതാണ്, കുറച്ച് കട്ടി കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് മൂടി വെക്കണം. അതെങ്ങനെ, മുഴുവനായിട്ട് മൂടരുത്, പകുതിക്ക് മൂടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഈ സംഭവം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എടുത്തത്. അപ്പോൾ വീണ്ടും ഇച്ചിരി കട്ടിയുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് നമ്മുടെ അപ്പച്ചട്ടിയിലേക്ക് ഒഴിക്കുക, അതുകൊണ്ട് കറക്കി എടുക്കുക. എത്രയ്ക്കുള്ളൂ പരിപാടി. പിന്നെ തീ നമ്മളെപ്പോഴും സിമ്മിലും അല്ല മീഡിയത്തിലും അല്ല, ആ ഒരു ഇതിൽ വേണം ഇടാനായിട്ട്. ഒരുപാട് ഹൈ ആവരുത്, ഒരുപാട് ലോയും ആവരുത്. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പല രീതിയിൽ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, കപ്പി കാച്ചി നോക്കിയിട്ടുണ്ട്, പച്ചരി കുതിർത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അത്രയ്ക്ക് കൊണ്ടൊരു എളുപ്പം തോന്നിയിട്ടില്ല. ഇത് എനിക്ക് വളരെ എളുപ്പവും ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.